ചാലക്കുടിക്ക് സമീപം കൊരട്ടി പഞ്ചായത്തിലെ മംഗലശ്ശേരി, ദേവമാത തുടങ്ങിയ വാർഡുകളിൽ കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് വനംവകുപ്പ് ഇന്നലെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം കോതമംഗലത്ത് നിന്നുമാണ് കൂടെത്തിച്ചത്. നിലവിൽ മംഗലശ്ശേരിക്ക് സമീപമുള്ള പാടശേഖരത്ത് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഇരയെ വയ്ക്കും. കൂട്ടിനകത്ത് ഇരയായി ആടിനെ കെട്ടിത്തൂക്കിയിട്ട് കൂട് പ്രവർത്തന സജ്ജമാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. പുലിയുടെ സാന്നിധ്യം നമ്മളിവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഇവരുടെ ജനവാസ കേന്ദ്രമായതുകൊണ്ടും ആൾക്കാർ സ്കൂളുകളൊക്കെ ഉണ്ട്, തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആയതുകൊണ്ട് നമുക്ക് കൂട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് ഇതിനെ പിടിക്കാൻ സാധിക്കുവാണെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ് കൂട് സെറ്റ് ചെയ്യാന്ന് വെച്ചത്. വൈകുന്നേരം ഇരയെ കൂട്ടിൽ വെക്കുമ്പോൾ പ്രദേശത്ത് ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 5 മണിക്കാണ് നമ്മളിത് ബെയ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെങ്കിലും ചിലപ്പം പുലിയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആ ഒരു സഹകരണം നമുക്ക് നൽകണം. ഈ പ്രദേശത്തോട്ട് വരാതിരിക്കുക, കൂട് വെച്ച് പ്രദേശത്തോട്ട് വരാതിരിക്കുക. ആൾക്കാരുടെ സുരക്ഷ നമുക്കത് പ്രാധാന്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ജനവാസ മേഖലയിലിറങ്ങിയ പുലി വളർത്തുനായയെയും നിരവധി തെരുവു നായ്ക്കളെയും ആക്രമിച്ചു. സമീപ പ്രദേശത്തെ ഒരു വീട്ടിലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴായിരുന്നു വീട്ടിലെ വളർത്തുനായയെ ആക്രമിച്ചത് പുലിയാണെന്ന കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. വീടിന്റെ മതിൽ ചാടിയായിരുന്നു പുലി എത്തിയത്. ഈ ചെങ്ങല ഇടവിടെ കെട്ടിയിട്ടായിരുന്നു. അപ്പോൾ ചെങ്ങല പൊട്ടിയാണ് സംഗതി പോയിക്കുന്നത്. ഇവിടെ ചാടി ഇവിടെ കിടന്നിരുന്നത് പട്ടിക്കുട്ടി. അവിടെ നിന്ന് പിക്ക് ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ട് വന്ന് രീതിയിൽ ചാടി അങ്ങോട്ട് പോയി. പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് 5 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഒപ്പം ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. എന്നാൽ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കർഷകർ ഉൾപ്പെടെ പുലിയെ നേരിട്ട് കണ്ടവരുമുണ്ട്. കപ്പൂത്താൻ വന്നവർ, കാട് വെട്ടാൻ വന്നവർ, അടയ്ക്ക ഭംഗിയ ജാതിക്കായൊക്കെ പറക്കാൻ വന്നവരാണ് ഈ പുലിനെ കണ്ടത്. കണ്ട വഴി തന്നെ പേടിച്ച് അന്തം വിട്ട് ഓടാണ് ചെയ്തത്. കണ്ടമാനം പട്ടികളുണ്ടായിരുന്നു. ഈ പട്ടികൾ മുഴുവനും ഇപ്പം ഇല്ല. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം ആവശ്യമെങ്കിൽ മറ്റൊരു കൂടി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനംവകുപ്പ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.